ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് വളരെയധികം റിസൾട്ട് തന്ന ഒരു നല്ല വെയ്റ്റ് ലോസിനെ പറ്റിയാണ്. ഞാൻ ഇത് നല്ലവണ്ണം വയറ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും എനിക്കിത് കാരണമായിട്ടുണ്ട്. നിങ്ങൾക്കും ഞാൻ ഈ രീതി പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്, നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വെയ്റ്റ് ലോസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഇത് കുടിക്കാൻ പാടില്ല. ഒന്നരാടം ഒരു ദിവസം ഇടവിട്ട് മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. ഇത് ഞാനെല്ലാം ഫങ്ഷനെല്ലാം വരുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് ചെയ്യുന്ന രീതിയാണ്. എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ 1.5 ലിറ്റർ വെള്ളം എടുക്കുക. ആ വെള്ളം നമ്മൾ ഈ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 ലിറ്റർ വെള്ളം തന്നെ എടുക്കണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. നല്ല ഒരു ചെറുനാരങ്ങ മുഴുവനെടുത്ത് നല്ല ജ്യൂസി ആക്കുക. എന്നിട്ട് 2 പകുതിയാക്കി മുറിച്ച് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എല്ലാവരുടെ ശരീരവും ഒരേപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് ഇത് കുടിക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുടിക്കുക. അങ്ങനെ നമ്മളിതാ ഒരു ഇഞ്ചി കഷ്ണം എടുത്തു. ഒരു വിരലിൻ്റെ വലുപ്പത്തിലാണ് നമ്മൾ ഇഞ്ചി കഷ്ണം എടുത്തത്. അത് നല്ലോണം ചതക്കുക. നല്ലോണം ചതക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടും ഇടാം. ഇതിൻ്റെ നല്ല സത്ത് ഈ വെള്ളത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഇഞ്ചി കഷ്ണം, ഒരു വിരലിൻ്റെ കഷ്ണത്തിലാണ് ഇതെടുക്കേണ്ടത്. അങ്ങനെ ഇഞ്ചി ചതക്കി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം അടച്ച് വെച്ച് മൂടി വെക്കുക. ഇന്ന് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ രാത്രിയാണ് തയ്യാറാക്കുന്നത്. ഇത് രാത്രിയല്ല യൂസ് ചെയ്യേണ്ടത്, ഇത് രാവിലെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് കുടിക്കാൻ പാടുള്ളൂ. ഇത് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരോ ഗ്ലാസ്സായി അടുത്ത ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഇത് കുടിച്ച് തീർക്കുക. ഇത് കുടിച്ചതിൻ്റെ 1 മണിക്കൂറിന് ശേഷം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നെങ്കിൽ മലമൂത്ര വിസർജനത്തിലൂടെ ഇത് നമ്മുടെ ഈ കൊഴുപ്പെല്ലാം പുറന്തള്ളുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.